ചിക്കൻ കറിക്ക് ചൂട് കുറഞ്ഞതിന്റെ പേരിൽ ഹോട്ടൽ ഉടമയ്ക്ക് മർദ്ദനം. ഭക്ഷണം കഴിക്കാനെത്തിയ സംഘം സോഡ കുപ്പിയെടുത്ത് തലക്കടിക്കുകയും ഹോട്ടലിന് പുറത്തേക്ക് വലിച്ചിറക്കി മർദ്ദിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഇന്നലെ രാത്രിയാണ് ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു സംഘം യുവാക്കൾ ഹോട്ടൽ അടിച്ചു തകർക്കുകയും ഉടമയെ മർദ്ദിക്കുകയും ചെയ്തത്. അമരവിളയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന പുഴയോരം ഹോട്ടലിൽ ഇന്നലെ രാത്രി ഒരു സംഘം യുവാക്കൾ ഭക്ഷണം കഴിക്കാനായി എത്തി. ഇവർ ഓർഡർ ചെയ്ത ചിക്കൻ കറിക്ക് ചൂടില്ല എന്ന് ആരോപിച്ച് ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ഹോട്ടൽ ഉടമയ്ക്ക് അടുത്തേക്ക് ഇവർ നീങ്ങി. തുടർന്ന് യുവാക്കൾ ഹോട്ടൽ ഉടമയോട് വാക്കേറ്റമായി. വാക്കേറ്റത്തിനൊടുവിൽ ഉടമയെ മർദ്ദിക്കുകയും ഹോട്ടൽ അടിച്ചു തകർക്കുകയുമായിരുന്നു. നെയ്യാറ്റിൻകര സ്വദേശിയായ സജിൻ ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഹോട്ടൽ ഉടമയുടെ ആരോപണം. കടയിലുണ്ടായിരുന്ന സോഡാക്കുപ്പി ഉപയോഗിച്ച് അടിക്കുകയായിരുന്നു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ദിലീപ് കുമാർ ചികിത്സ തേടി. ഹോട്ടൽ ഉടമ ദിലീപ് കുമാർ, ആക്രമി സംഘത്തിൽ ഉൾപ്പെട്ട സജിൻ ദാസ്, പ്രവീൺ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 9 പേർക്കെതിരെ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് യുവാക്കൾക്കെതിരെ കേസെടുത്തു. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് നെയ്യാറ്റിൻകര പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.